Hi all, this is the fifth video on preparing agenda for meetings, and I think by this class we can wind up the chapter. So shall we move? Okay, let us start by summarizing the uh, last classes till now. Then what is an agenda? Yes, agenda sets out the list of items to be discussed at a meeting. വരാനിരിക്കുന്ന മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ അജണ്ട എന്ന് പറയുക. ആൻഡ് വാട്ട് ആർ ദ തിങ്സ് ഇൻക്ലൂഡഡ് ഇൻ അജണ്ട? ഡേറ്റ്, ടൈം, പ്ലേസ് ഓഫ് മീറ്റിംഗ്, ടൈറ്റിൽ, purpose of the meeting, and so on. And I hope all of us now know the difference between a good and a bad agenda, and also we know how to prepare a good agenda for an upcoming meeting. That is the performer of an agenda. This is the last slide which we have gone through in the last class. This is an example of a communication between the superior and the subordinate. ഒരു മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിലുള്ള ഒരു നല്ല മെയിലിന് ഒരു എക്സാമ്പിളാണത്. യു ക്യാൻ ടേക്ക് so many words and sentences. You can by heart words and sentences from that mail for the future use. So this is the assignment which I have. This is the work which I have assigned in the last class. So shall we discuss the answers? Okay then. This is the question. Having eliminated the irrelevant items from his agenda list, M.N. Nair now wants to prepare the agenda. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം കുറച്ച് ലിസ്റ്റ് ഹി ഹാഡ് ലിസ്റ്റ് ഔട്ട് തിങ്സ് ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ്. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് അജണ്ട എന്തൊക്കെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം M.N. നായർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. ആൻഡ് അതിലേതൊക്കെ വേണം, ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നൗ അതിനകത്തുനിന്ന് ഒരുപാട് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്തു. നമ്മൾ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ വി ഹാവ് മെയ്ഡ് എ ലിസ്റ്റ്. അതനുസരിച്ച് അദ്ദേഹം ഇവിടെ ഒരു അജണ്ട അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാവിങ് എലിമിനേറ്റഡ് ദ ഇറലവൻറ്റ് ഐറ്റംസ് ഫ്രം ഹിസ് അജണ്ട ലിസ്റ്റ്, M.N. നായർ നൗ വോണ്ട്സ് ടു പ്രിപ്പയർ ദ അജണ്ട. അപ്പോൾ കുറേ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്തു. അതിൻ്റെ ബേസിസിൽ അദ്ദേഹത്തിനൊരു പുതിയ അജണ്ട ഉണ്ടാക്കണം. സ്റ്റഡി ഹിസ് നോട്ട്സ് ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ വിത്ത് റെലവൻറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ താഴെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. ഇത് നോക്കിയിട്ടാവണം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. So this is the agenda he made. Monthly meeting, study, Saturday 23rd June agenda. ഇങ്ങനെയാണ് നിങ്ങൾ മെയിലിലല്ല എങ്കിൽ ഒരു അജണ്ട ഉണ്ടാക്കേണ്ടത്. മെയിലിലാണെങ്കിൽ നമ്മൾ നേരത്തെ മെയിലിൻ്റെ കൂടെയുള്ള അജണ്ടയുടെ എക്സാമ്പിൾ എടുക്കുക. മെയിലിലല്ല എങ്കിൽ ഇങ്ങനെയാണ് ഒരു അജണ്ട ഉണ്ടാക്കേണ്ടത്. ഫസ്റ്റ് മന്ത്ലി മീറ്റിംഗ്, monthly or annually or daily or routinal meeting, whatever it may be. നമുക്ക് ഹെഡിങ് ടൈറ്റിൽ നമുക്ക് കൊടുക്കാം, ഡേറ്റ് കൊടുക്കാം. ഇതിൽ ഇയർ കൊടുത്തിട്ടില്ല, ഇയർ നമുക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അജണ്ട എന്ന് കൊടുക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് അജണ്ട ഐറ്റം, പ്രസൻറ്റർ ആൻഡ് ടൈം. ഇതിൽ ഫസ്റ്റ് ഒന്നാമത്തെ ഐറ്റത്തിൽ പ്രസൻറ്ററിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓപ്പണിംഗ് റിമാർക്സ്, പ്രസൻറ്ററിൻ്റെ പേര്. Opening remarks should be done by the project manager, that is Mr. M.N. നായർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു. ദാറ്റ് ഇസ് ഫ്രം 11 to 11 AM. അതിന് ഒരുപാട് സമയമൊന്നും വേണമെന്നില്ല. ദ സെക്കൻഡ് ഐറ്റം ഇസ് റിപ്പോർട്ട്. സെക്കൻഡ് ഐറ്റം ഇസ് നോട്ട് ഇറ്റ് ഹാസൻ ഗിവൺ ഇൻ ദ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡാഷാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാങ്ക് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്. മാലിനി എന്താണ് സംസാരിക്കേണ്ടത്? നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള, നമ്മൾ ലിസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്യാനൊരു ലിസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്തില്ലേ? അപ്പോൾ ആ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ടായാലും മതി. മാലിനി ഇതിലെന്താ ചെയ്യുന്നത്? വർക്ക് ഇൻ പ്രോഗ്രസ്, റിപ്പോർട്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്.
മാലിനി അതിൻ്റെ മാലിനി ഈസ് എ പ്രസൻറ്റർ ടൈം കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം they would go for a discussion. Discussion should be led by Malini herself as she is the presenter, and the time has also given there at the last column. And the third item is issues related to prototype. Lalita. So Lalita, issues related to prototype. ഓക്കെ, അതിൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട് ഡിസ്കഷൻ. ആൻഡ് ഡിസ്കഷൻ്റെ ടൈം കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഡിസ്കഷൻ്റെ ടൈമിൽ മൈറ്റ് ബി അതിന് ഡിസ്കഷൻ അധികം വേണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഡിസ്കഷൻ്റെ. ഞാൻ എന്തായാലും ഇവിടെ ഡിസ്കഷൻ എന്നിട്ടിട്ടുണ്ട്. ഡിസ്കഷൻ എന്നിട്ടാലും കുഴപ്പമുണ്ടാ. ലെറ്റ് മീസ് സി 11:49 to 11:59 മൈറ്റ് ബി ചിലപ്പോൾ ബ്രേക്ക് എന്നായിരിക്കും അവിടെ. അല്ല, ബ്രേക്കും അല്ലല്ലോ. എനിവേ ഡിസ്കഷൻ എന്ന് നമ്മൾ അവിടെ ഇട്ടു. ആ ബ്ലാങ്ക് നമ്മൾ ഡിസ്കഷൻ എന്നാണ് ഇടാൻ പോകുന്നത്. ടൈം നമുക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത്തിരി ഒരു മിസ്മാച്ചുകളുണ്ട്. അപ്പോൾ ആ മിസ്മാച്ച് കൂടി മനസ്സിലാക്കിയിട്ട് വേണം ടെക്സ്റ്റ് വായിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കേട്ടോ. ആൻഡ് ദ ഫോർത്ത് ഐറ്റം ഇസ് പ്രിപ്പറേഷൻ ഫോർ ഫീൽഡ് ടെസ്റ്റിംഗ് ഡിസ്കഷൻ. അതിൽ ആരാണ് പ്രിപ്പറേഷൻ ഫോർ ഫീൽഡ് ടെസ്റ്റിംഗ് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നോ. പക്ഷേ പ്രിപ്പറേഷൻ ഫോർ ഫീൽഡ് ടെസ്റ്റിംഗ്, സി ദ ഫസ്റ്റ് കോളം, ഫസ്റ്റ് ഐറ്റം. ഇതിൽ ഫസ്റ്റ് ഐറ്റം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ? ആ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നതാണ് നെവിനാണ് പറയുന്നത്. സോ പ്രിപ്പറേഷൻ ഫോർ ഫീൽഡ് ടെസ്റ്റിംഗ് നെവിനാണ് ലീഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്കഷൻ്റെയും ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ആൻസർ ചെയ്തിരിക്കുന്നത്. ഇനി നൗ ദർ ഇസ് another question. ഈ സ്ലൈഡ് ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ലൈഡിൻ്റെ ഭാഗം എൻ്റെ ഫേസ് വന്ന് മറിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സ്ലൈഡ് കൂടി നോക്കിയിട്ട് ഈ സ്ക്രീനിൻ്റെ ആ ഭാഗം ഒന്ന് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വെച്ചിട്ടൊന്ന് എടുക്കാം കേട്ടോ. M.N. Nair wants to check with the presenters if they agree with the order in which they are scheduled to speak. അപ്പോൾ M.N. Nair നമ്മളെല്ലാം എലിമിനേറ്റ് ചെയ്ത ആ ഒരു അജണ്ട വെച്ചിട്ട് ആ ഒരു ലിസ്റ്റ് വെച്ചിട്ട് അജണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ബാക്കി അറ്റൻഡീസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണോ ഞാൻ ചെയ്തത്, നിങ്ങൾക്ക് ഇതിൽ വ്യത്യാസം വരുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ഹീ ഈസ് എൻക്വയറിങ് ആസ് എ ഡെമോക്രാറ്റിക് ലീഡർ. ഒരു ഡെമോക്രാറ്റിക് ലീഡർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് നമ്മൾ ഒരു ലീഡർ എപ്പോഴും ഹീ ഷുഡ് ബി ഡെമോക്രാറ്റിക്. ഹീ ഷുഡ് ഓൾസോ അക്സെപ്റ്റ് ആൻഡ് ഡിസ്കസ് തിങ്സ് വിത്ത് ഹിസ് സബോർഡിനേറ്റ്സ് ഇഫ് ഹീ ഈസ് എ ഗുഡ് ലീഡ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് തൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത്. ഹീ ഹാസ് ഡിസൈഡഡ് ടു സെൻഡ് ഇമെയിൽസ് ടു ദ 3 presenters വിത്ത് ദ അജണ്ട അറ്റാച്ച്ഡ്. അപ്പോൾ അദ്ദേഹം അജണ്ടയും കൂടി അറ്റാച്ച് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അജണ്ട കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഒരു മെയിൽ അയക്കുകയാണ് അദ്ദേഹം കൊളീഗ്സിന്. കംപ്ലീറ്റ് ഹിസ് ഇമെയിൽ ബൈ ഫില്ലിങ് ഇൻ ദ മിസ്സിംഗ് വേർഡ്സ് ഓർ ഫ്രേസസ്. അപ്പോൾ ഇവിടെ കുറച്ച് മിസ്സിംഗ് വേർഡ്സും ഫ്രേസസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ഷാൽ വി റീഡ്? ഓക്കെ, അജണ്ട. ഡിയർ കൊളീഗ്സ്, I have prepared the agenda of the meeting. Please let me know before 2 p.m. if you would like any changes in the order of presentation or the sequence. അവിടെ ഞാനൊരു അഡീഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, നിങ്ങൾ അതുകൂടി ചേർക്കുക കേട്ടോ. കാരണം എന്നാലേ അവിടെ ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് ആവുള്ളൂ. ഓർ ദ സീക്വൻസ് അലോട്ടഡ് ടു യു. I have prepared the agenda of the meeting. ഞാൻ മീറ്റിങ്ങിന് വേണ്ട അജണ്ട പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ലെറ്റ് മീ നോ ബിഫോർ 2 p.m. 2 മണിക്ക് മുമ്പ് ദയവായി എന്നെ അറിയിക്കുക. ഇഫ് യു വുഡ് ലൈക്ക് എനി ചേഞ്ചസ്, എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ 2 മണിക്ക് മുമ്പ് എന്നെ അറിയിക്കുക. ചേഞ്ചസ് ഇൻ ദ ഓർഡർ ഓഫ് പ്രസൻറ്റേഷൻസ് ഓർ ദ സീക്വൻസ് അലോട്ടഡ് ടു യു. സീക്വൻസ് എന്നോ അല്ലെങ്കിൽ ടോപ്പിക് എന്ന് കൊടുത്താലും തെറ്റല്ല. ഓർഡർ ഓഫ് പ്രസൻറ്റേഷനോ ടോപ്പിക്കോ അല്ലെങ്കിൽ സീക്വൻസോ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യാസം വരുത്തണമെങ്കിൽ ദയവായിട്ട് 2 മണിക്ക് മുമ്പ് എന്നെ അറിയിക്കുക. ഐ വിൽ സർക്കുലേറ്റ് ദ പെർട്ടിക്കുലർ ഫോമാറ്റ് ഇൻ ഇറ്റ്സ് പ്രസൻറ്റ് ഫോം ഇഫ് ഐ ഡോണ്ട് ഹിയർ ഫ്രം യു. നിങ്ങൾ
ഒന്നും പറഞ്ഞില്ല, ഒരു റിപ്ലൈയും തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു അജണ്ടയായിരിക്കും പെർട്ടിക്കുലർ ഫോമാറ്റ് ഓഫ് അജണ്ട എന്ന് ചേർക്കണമെങ്കിലും ചേർക്കാം. ഞാൻ എല്ലാവരുടെ അടുത്തും ഫൈനൽ അജണ്ടയായിട്ട് ഞാൻ circulate ചെയ്യും. Regards MN Nair. So the thing which we have to keep in mind while reading all these emails is that try to by heart the format of an email. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇമെയിൽ എഴുതാനുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇമെയിലിൻ്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ടും അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, ഇമെയിലിൻ്റെ ഫോമാറ്റ് നമ്മളെപ്പോഴും മൊബൈലും ലാപ്ടോപ്പും ഐപാഡോ വാട്ട് എവർ ഇറ്റ് മേ ബി ടാബ്ലറ്റോ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. സോ വി ഷുഡ് നോ വാട്ട് ഈസ് ദ ഫോമാറ്റ് ഓഫ് ആൻ ഇമെയിൽ, ഹൗ ടു റൈറ്റ് ആൻ ഇമെയിൽ. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ റിഗാർഡ്സ് എന്നുള്ളതും ഇതൊക്കെ അതിൻ്റെ ഒരു ഫോമാറ്റിൽ പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഫോമാറ്റ് എഴുതിയാൽ എന്തെങ്കിലും ഒരു മിനിമം മാർക്ക് എന്തെങ്കിലും ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എൻ്റെ വേർഷനാണ്. ദിസ് ഈസ് മൈ വേർഷൻ ഓഫ് ഹിസ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ടു സബ്ജക്റ്റ് അജണ്ട ഡേറ്റ്. ഇതൊക്കെ ഇതിൻ്റെ ഫോമാറ്റിൽ പെട്ടാണ് കേട്ടോ. അജണ്ട: Dear colleague, here's the agenda of meeting I have prepared. Before finalizing this particular one, I would like to know your suggestions regarding the order of presentations which is allotted to you and topics to be presented. അപ്പോൾ ഇത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓർഡറും ടോപ്പിക്കും, നിങ്ങൾ പറയാനുള്ള ടോപ്പിക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ അറിയിക്കുക. ഇഫ് യു ഹാവ് എനി സജഷൻസ് പ്ലീസ് ലെറ്റ് മീ നോ ബിഫോർ 2 PM. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ 2 മണിക്ക് മുമ്പ് എന്നെ അറിയിക്കുക. പ്ലീസ് ഡു നോട്ട് റിപ്ലൈ ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ്. ദയവായിട്ട് റിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ അജണ്ട, ഈ ഒരു ഫോമാറ്റിലുള്ള അജണ്ട കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഓക്കെ വിത്ത് ദ പ്രസൻറ്റ് അജണ്ട, you no need to reply to this mail and it will be circulated among the attendees of the meeting. അപ്പോൾ ഈ ഒരു അജണ്ട നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഈ ഒരു അജണ്ട ഞാൻ എല്ലാ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയ്ക്കും സർക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. റിഗാർഡ്സ് MN Nair. So this is the this is the email which I have created. ഇനി നിങ്ങൾ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, while you write such an email in your exam, in your university exam, from എന്നുള്ള സ്ഥാനത്തും to എന്നുള്ള സ്ഥാനത്തും എന്തെങ്കിലും ഒരു ഇമെയിൽ, നിങ്ങളുടെ ഇമെയിൽ വേണ്ട, ഡെഫിനറ്റ്ലി യു ഷുഡ് നോട്ട് റൈറ്റ് യുവർ ഓൺ ഇമെയിൽ. ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ഇമെയിൽ ID അവിടെ @ എന്ന് വേണം എന്നുള്ളത് നിർബന്ധം. @ ഏതെങ്കിലും ഒരു ജിമെയിലോ ഹോട്ട്മെയിലൊന്നും ഇപ്പോൾ ഇല്ല, ബട്ട് സ്റ്റിൽ ഏതെങ്കിലും ഒരു മെയിലിൻ്റെ പേരും കൂടി yahoo.co.in അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇത് നമ്മൾ ലെറ്റർ ആണ് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് എഴുതിയതാണെന്നൊക്കെ തെറ്റിദ്ധാരണയുണ്ടോ. അപ്പോൾ ആ @ ഒക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആ മാർക്സ് ഇടുന്ന ആൾ മാർക്സ് ഇട്ട് അങ്ങ് പൊക്കോളും. Then, what is this? Carefully study the agenda given below. Do you think that the meeting has been planned well? അപ്പോൾ താഴെ ഒരു അജണ്ട കൊടുത്തിട്ടുണ്ട്. ഈ അജണ്ട നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക ഈ മീറ്റിംഗ് കൃത്യമായിട്ടാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന്. ഓക്കെ, meeting to review the company's pricing policy agenda. 9:30 AM opening remarks, 10 AM company's pricing policy, post coffee break sessions, 11:30 AM PPT overview of our pricing policy, 11:30 to 12 forecast for the next decade, 12:15 PM profit margin estimates 2017-2012 marketing team.
You can see it on the screen. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ജസ്റ്റ് വായിച്ചു പോയതേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിലും ഉണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്ത PDF-ലും ഇത് സെയിം സാധനമുണ്ട്. സെയിം പേജ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടിയൊക്കെ വായിച്ചു പോകാം കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ദ തിങ്. അപ്പം നിങ്ങളിത് വായിച്ചപ്പോൾ ഡിഡ് യു ഫീൽ എനിത്തിങ്? വെദർ ഇറ്റ്സ് എ ഗുഡ് ഓർ എ ബാഡ് അജണ്ട? Did you feel anything? Did anything strike it in your mind? നമ്മളിപ്പോൾ ഒന്ന് രണ്ട് നല്ല അജണ്ടകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷാൽ വി മൂവ്? ഓക്കെ, there are some questions in your text. We need to answer this. Work in pairs എന്നാണ് പറഞ്ഞത്. As it is not possible, I am answering it by myself. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കാം. Work in pairs. Analyze the agenda based on the following questions. Is the order of the presentations okay? Let's see. Order okay ആണോ? 9 to 9:30 ഓപ്പണിംഗ് റിമാർക്സ് ആണ്. അത് കറക്റ്റ് ആണ്. ഫസ്റ്റ് ഓപ്പണിംഗ് റിമാർക്കാണ് വരേണ്ടത്. 9:30 to 10 കമ്പനീസ് പ്രൈസിങ് പോളിസി. 10:30 to പിന്നെ ഒരു ബ്രേക്കാണ് പറഞ്ഞത്. 10:30 11:30 PPT ഓവർവ്യൂ ആണ്. 11:30 to 12 forecast for the next decade. 12 to 12:15 profit margin estimates. ഇതിൽ പ്രത്യേകിച്ച് ഒരു അതായത് ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഓർഡറും കുഴപ്പമുണ്ടെന്ന് ഐ ഡിഡൻറ്റ് ഫീൽ എനിത്തിങ് ആൻഡ് ഐ എം ഓക്കെ വിത്ത് ദ ഓർഡർ ഓഫ് പ്രസൻറ്റേഷൻ. അതുകൊണ്ട് ഞാൻ എസ്ന്നിട്ടു. നിങ്ങളുടെ എന്താണോ അഭിപ്രായം, യു ഷുഡ് റൈറ്റ് ഇറ്റ് ഇൻ എ നോട്ട്ബുക്ക്. ഓക്കെ, ഈസ് ദ ടൈം അലോട്ടഡ് ടു ഈച്ച് ഐറ്റം ജസ്റ്റിഫയബിൾ? ഓരോ ഐറ്റത്തിനും കൊടുത്ത സമയം അത് നമുക്ക് ജസ്റ്റിഫൈ, അത് കറക്റ്റ് ആണോ, അത് ഫെയർ ആയിട്ടുള്ള ടൈമാണോ, അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സമയമാണോ? പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ഐറ്റം നമ്പർ 5. അപ്പം നമുക്കതൊന്ന് നോക്കിക്കളയാം. നോക്കൂ, ആദ്യം 9 to 9:30 ഹാഫ് ആൻ അവർ. ഓപ്പണിംഗ് റിമാർക്സിന് ഹാഫ് ആൻ അവർ വേണമെന്നുണ്ടോ? നോക്കിക്കേ, ഇതിന് തൊട്ട് മുമ്പുള്ള ഓപ്പണിംഗ് റിമാർക്സ് എത്ര സമയമാണ്? 10 minutes ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് റിമാർക്സിന് അത്ര സമയം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിൽ തന്നെ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? 9:30 to 10 ഹാഫ് ആൻ അവർ പ്രൈസിങ് പോളിസി പറയാൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ കുഴപ്പമില്ല. 10:30 to 11:30 1 hour ആണ് PPT കൊടുത്തിട്ടുള്ളത്. 1 hour PPT കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എത്ര നേരം കൊടുത്തിട്ടുണ്ട്? ഇവിടെ PPT പ്രസൻറ്റേഷൻസ് ഒന്നുമില്ല അല്ലേ? അപ്പോൾ PPTക്ക് അത്ര നേരം കൊടുക്കണമെന്ന് ഹാഫ് ആൻ അവർക്ക് കൊടുത്താൽ പോരെ. 11:30 to 12 ഹാഫ് ആൻ അവർ ഫോർകാസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഡെക്കേഡ്. അതിന് വേണമെങ്കിൽ ഒരു 3/4 ഓഫ് ദ അവറൊക്കെ, അതായത് 3/4 മണിക്കൂറൊക്കെ കൊടുക്കാം. 3/4 hour കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഹാഫ് ആൻ അവർ ആണെങ്കിലും തെറ്റൊന്നുമില്ല. 12 to 12:15 മാത്രമാണ് പ്രോഫിറ്റ് മാർജിൻ എസ്റ്റിമേറ്റ്സ്. അത് ഡെഫിനറ്റ്ലി ഹാഫ് ആൻ അവറിൽ കൂടുതലോ ഡെഫിനറ്റായിട്ട് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ്. കാരണം പ്രോഫിറ്റ് മാർജിൻ എസ്റ്റിമേറ്റ്സ് ആണ് പറയുന്നത്. മാർക്കറ്റ് ടീമിൻ്റെ വക പ്രോഫിറ്റ് എത്രയുണ്ട്, പ്രോഫിറ്റ് മാർജിൻ എത്രയുണ്ട്, അത് എത്ര ഉണ്ടാവും എന്ന് അനലൈസ് ചെയ്തുകൊണ്ടിട്ടുള്ള, ഇത്രയും നാളത്തെയും റിപ്പോർട്ട് വെച്ച് ഡാറ്റ വെച്ച് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു എസ്റ്റിമേഷനാണ്. അവർ ഭാവിയിലേക്ക് പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്, എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഡെഫിനറ്റ്ലി 15 minutes പോരാ. അപ്പോൾ അതിനൊരു പ്രശ്നം തോന്നിയില്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് ഐറ്റം നമ്പർ 5, യെസ്, അവിടെ തന്നെയാണ് അവരും ഉദ്ദേശിച്ചത്. പ്രോഫിറ്റ് മാർജിൻ എസ്റ്റിമേറ്റ്സിന് അത്രയും സമയം മതിയോ എന്നുള്ളതായിരിക്കാം. ദാറ്റ് മൈറ്റ് ബി ദെയർ ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ദ ആൻസർ ഐ ഹാവ് റിട്ടൺ? ലെറ്റ്സ് സീ. നോ. ഈസ് ദ ടൈം അലോട്ടഡ് ടു ഈച്ച് ഐറ്റം ജസ്റ്റിഫയബിൾ? നോ. As my reason is that as each person is allotted with different time limit. എല്ലാ ആൾക്കാരും ഒരു ഫെയർ ആയിട്ടുള്ള ടൈം ലിമിറ്റ് അല്ല എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. വെൻ വൺ presenter has got 1 hour and the other presenter got only quarter 15 minutes, other got half an hour. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം അജണ്ടയിൽ ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി
ജസ്റ്റിഫയബിൾ ഇൻ ദ സെൻസ് എല്ലാവർക്കും ഒരേ സമയം ഒരു ഹാഫ് ആൻ അവർ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്താണോ ടോപ്പിക്ക് ഡിസ്കഷൻ ഇടുന്നത് ആ പ്രസൻറ്ററിൻ്റെ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് വേണം അവർക്ക് ടൈം കൊടുക്കാനായിട്ട്. സോ ദാറ്റ് ഷുഡ് ബി കീപ്പ് ഇൻ മൈൻഡ് വൈൽ വി പ്രിപ്പയർ ആൻ അജണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഭാവിയിൽ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അജണ്ടയൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ആൾക്കാരാണ്. So what is the third question? Does the agenda specify the people who will be responsible for each item? ഓരോ ഐറ്റവും പ്രസൻറ്റ് ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ലെറ്റ് സി ഓപ്പണിംഗ് റിമാർക്സ് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. മൈറ്റ് ബി ലീഡായിരിക്കും, അത് പറയേണ്ടതാണ്. പക്ഷേ രണ്ടാമത്തെ ഐറ്റത്തിന് പ്രശാന്ത് എന്ന് പേരുണ്ട്, മൂന്നാമത്തെ ഐറ്റത്തിന് ഹുസൈൻ ഉണ്ട്, റാണി ആൻഡ് ദ ഫിഫ്ത്ത് ഐറ്റം ഇസ് മാർക്കറ്റിംഗ് ടീമിനേ ഉള്ളൂ അവിടെ. അപ്പോൾ 2 ഐറ്റംസിന് ഇവിടെ പെർട്ടിക്കുലർ പേരൊന്നും ആളുടെ ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇറ്റ് ഷുഡ് ബി ഗിവൺ. Does it provide all the relevant details? എല്ലാ റിലവൻറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടോ? ടൈം കൊടുത്തിട്ടുണ്ട്, പക്ഷേ മറ്റുള്ള നോക്കിക്കേ, ഈ ഒരു അജണ്ട നോക്കിക്കേ, ഇതിനകത്ത് ടൈം കൊടുത്തിട്ടുണ്ട്, ഡിസ്കഷനുള്ള ടൈം കൊടുത്തിട്ടുണ്ട്, പ്രസൻറ്റേഷനുള്ള ടൈമും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഡിസ്കഷനുള്ള ടൈം കൊടുത്തിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ഗിവൻ ദെയർ ഇൻ ദ അജണ്ട. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നോ, ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് ടോപ്പിക് ആൻഡ് ദെയർ ഡീറ്റെയിൽസ് ഇറ്റ് വുഡ് ബി ബെറ്റർ ടു അറ്റാച്ച് എ ഫയൽ അലോങ് വിത്ത് ദ അജണ്ട. അപ്പോൾ ഡിസ്കഷൻ ഇസ് ഓൾസോ ദ ടൈം ഫോർ ഡിസ്കഷൻ ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ്. ആൻഡ് ഓൾസോ ഇപ്പോൾ നമ്മൾ ആദ്യം ഏതോ ഒരു ടീമിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ഏതോ ഒരു കാര്യത്തിനെ കുറിച്ച് പെർട്ടിക്കുലറായിട്ട് മനസ്സിലാവാത്തത് കൂട്ടത്തിൽ ഒരു ഫയലും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ മുൻപേ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു എക്സ്ട്രാ ഫയലും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു അജണ്ട എടുത്ത് നോക്കുന്ന ആൾക്ക് എന്താണിതെന്ന് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഓരോ ഐറ്റംസ് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ എന്നുള്ളതിന് ഡിസ്കഷൻ്റെ ടൈമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇറ്റ് ഷുഡ് ബി ആഡഡ്. ഓക്കെ. ഈസ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ക്ലിയർ ആൻഡ് അൺആംബിഗ്വസ്? ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസിങ്, അൺആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഇല്ലാത്ത വിധമാണോ കൊടുത്തിരിക്കുന്നത്, ക്ലിയർ ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ആസ് ഇറ്റ് ഇസ് നോട്ട് എക്സ്പ്ലെയിനിങ് ദ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓൺ വിച്ച് ദ ഡിസ്കഷൻ ഓഫ് പ്രൈസിങ് ഈസ് ദ പ്രൊവൈഡഡ് ക്ലിയർ ഓർ അൺആംബിഗ്വസ്? ഇറ്റ് ഈസ് ആംബിഗ്വസ്. ഓക്കെ, ആക്ച്വലി ഇറ്റ് ഈസ് ആംബിഗ്വസ്. ഇറ്റ് ഷുഡ് ബി സെഡ് ദാറ്റ് is the information provided clear and ambiguous? No. അപ്പോൾ കൺഫ്യൂസിങ് ആണ് അല്ലേ? ഇറ്റ് ഈസ് കൺഫ്യൂസിങ്. No, as it is not explaining the particular product on which the discussion on pricing policy is on. ഏത് പ്രൊഡക്റ്റിന്മേലാണ്, ഏത് പ്രൊഡക്റ്റിൻ്റെ ബേസിസിലാണ്, പ്രൊഡക്റ്റിന് പുറത്തുള്ള പ്രൈസിങ് പോളിസിയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. 2, കൺഫ്യൂഷൻ ഓൺ ദ ടേം പോസ്റ്റ് കോഫി ബ്രേക്ക് സെഷൻ. പോസ്റ്റ് കോഫി ബ്രേക്ക് സെഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു കോഫി ബ്രേക്ക് എന്ന് കൊടുത്താൽ പോരെ? കോഫി ബ്രേക്ക് എത്ര നേരമാണെന്ന് പറഞ്ഞിട്ടില്ല. ഹാഫ് ആൻ അവർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഹാഫ് ആൻ അവറൊക്കെ കോഫി ബ്രേക്കിന് കൊടുക്കണമെന്നുള്ളത് വേറൊരു കാര്യം. ബട്ട് സ്റ്റിൽ അതൊരു ഒത്തിരി കൺഫ്യൂസിങ് ആണ് അല്ലേ? നത്തിങ് സെഡ് അബൌട്ട് ദ ഡിസ്കഷൻ. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്കഷനെ കുറിച്ച് പറയുന്നതേ ഇല്ല, എവിടെയും പറയുന്നില്ല. ദാറ്റ് ടൈം ഷുഡ് ഓൾസോ ബി അലോട്ടഡ് ഇൻ ദ അജണ്ട. ഡേറ്റ് ഇസ് നോട്ട് മെൻഷൻഡ്. സി, ഇസ് ദർ എനി ഡേറ്റ്? ഇസ് ദർ എനി ടൈറ്റിൽ? അജണ്ട എന്നുള്ള പേരില്ല. എന്തിൻ്റെ പുറത്തുള്ള മീറ്റിംഗ് ആണെന്നോ, മീറ്റിംഗ് ടു റിവ്യൂ ദ കമ്പനീസ് പ്രൈസിങ് പോളിസി, ആ ടൈറ്റിലുണ്ട്. ബട്ട് സ്റ്റിൽ ഡേറ്റ് ഒന്നുമില്ല. അപ്പോൾ ആ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. So and this is the assignment you have to do after you watch this video. അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്യണം. അസൈൻമെൻറ്റ് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ഒരു
കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളുടെ ടൈം ലൈനിൽ അത് സ്ട്രീം ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ചെയ്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടേ ഈ ക്ലാസ് അവസാനിപ്പിക്കാവുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.